അപ്പോൾ ഒരു കുമരകം ഹൗസ് ബോട്ട് യാത്ര. ഇപ്പോൾ സമയം രാവിലെ 7:30 അപ്പോൾ എല്ലാവരും ഹൗസ് ബോട്ടിൽ കയറാനായിട്ട് രാവിലെ റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും നമ്മൾ ഹൗസ് ബോട്ടിലായിട്ട് കയറുന്നത്. അവരൊരു ഇരുമ്പിൻ്റെ ഒരു ചെറിയൊരു ബ്രിഡ്ജ്, ഒരു കണക്ഷൻ ബ്രിഡ്ജ് പോലത്തെ സാധനം അവരുണ്ടാക്കിയിട്ടുണ്ട്. അതുവഴി നമ്മൾ ബോട്ടിലിട്ട് കയറും. അങ്ങനെ എല്ലാവരും ബോട്ടിലിട്ട് കയറുന്നു. ഞാനും ആ കൂടെ കയറുന്നു. സാധാരണ ഹൗസ് ബോട്ടിൽ നമ്മൾ കയറുമ്പോൾ ഒരു ഡബിൾ ഡെക്കർ ബോട്ടാണ് നമ്മൾ ബുക്ക് ചെയ്യാറ്. ഇന്ന് നമ്മൾ ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ് എങ്ങനെ നമ്മളൊരു ഹൗസ് ബോട്ട് ട്രാവൽ ചെയ്യാം എന്നുള്ള രീതിയിലാണ്. ഇതൊരു ഡബിൾ ഡെക്കർ ബോട്ടല്ല, ഇതൊരു നോർമൽ സെറ്റപ്പാണ്. ഈ ഹൗസ് ബോട്ടിൽ മൊത്തം 2 AC റൂമുകളാണുള്ളത്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഈ ഒരു ചെറിയ കിച്ചണാണ്. നല്ല നീറ്റായിട്ട് കിടക്കുന്ന ഒരു കിച്ചൺ, നല്ല സെറ്റപ്പാണ്. പിന്നെ ഈ കാണുന്നവരാണ് ഈ ഹൗസ് ബോട്ടിൻ്റെ അമരക്കാർ. ഇങ്ങനെയുള്ള ഹൗസ് ബോട്ടുകളിൽ 2 പേര് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അതുപോലെ നമ്മളൊരു ഹൗസ് ബോട്ട് ബുക്ക് ചെയ്യുമ്പോൾ ആ ബോട്ടിൻ്റെ ഇൻഷുറൻസ്, അതുപോലെ അതിൻ്റെ ലൈസൻസ്, അതുപോലെ അതിൻ്റെ സേഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ വിശദമായിട്ട് അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളത് ബുക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ യാത്ര തുടങ്ങുകയായി. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഹൗസ് ബോട്ട് പാക്കേജ് വരുന്നത് 10,000 രൂപയാണ്. അപ്പോൾ ഇതിന് കുറച്ച് സവിശേഷതകളുണ്ട്. ഞങ്ങൾ ഫുഡ് ഹൗസ് ബോട്ടിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡല്ല, ഞങ്ങൾ പുറത്തുനിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്ന ഫുഡാണ് ഹൗസ് ബോട്ട് വെച്ച് കഴിക്കണമെന്നുള്ളൂ. അപ്പോൾ ആ ഫുഡിൻ്റെ ചാർജ് കുറഞ്ഞിട്ടാണ് 10,000 രൂപ ഹൗസ് ബോട്ടിന് പറഞ്ഞേക്കണം. അപ്പോൾ അതിൽ 5 മണിക്കൂർ സമയമുണ്ട്. ആ 5 മണിക്കൂർ സമയം നമ്മൾ കായലിലായിരിക്കും. ഹൗസ് ബോട്ട് യാത്രകൾ പലതും പല എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ട് പോയി കഴിയുമ്പോൾ കള്ളു കുടിക്കുക, അതിനുശേഷം കുറച്ച് നാടൻ പാട്ടുകളൊക്കെ പാടുക, ഓളം വെക്കുക. അപ്പോൾ ആ ഒരു വൈബ് അടിച്ച് അങ്ങ് പോകാമെന്നുള്ളേ ഉള്ളൂ. അതല്ലാണ്ട് നമുക്ക് ഹൗസ് ബോട്ടിൽ ഒത്തിരി നേരം നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളെ ബോറടിപ്പിക്കും. ശരിക്കും ഈ ഹൗസ് ബോട്ടുകളുടെ ബിസിനസ് സാധ്യത എന്ന് പറയുന്നത് അതിൻ്റെ മണിക്കൂറിനും അതിൻ്റെ ഫുഡിനുമാണ് ശരിക്കും അവർ പേയ്മെൻറ്റ് ചാർജ് ചെയ്യുന്നത്. ഞാൻ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കൊണ്ടുപോകുന്നതുകൊണ്ട് ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് കോസ്റ്റ് ഈ ഹൗസ് ബോട്ടിൽ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അല്ലാത്ത പക്ഷം